അല്ല, ഇത് കോൺഗ്രസുമായിട്ടോ യൂത്ത് കോൺഗ്രസുമായിട്ടോ ഒക്കെ വിദൂര ബന്ധമെങ്കിലും ഇത്തരക്കാർക്കുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിച്ച് പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഉന്നത നേതാക്കളൊന്നും അല്ലല്ലോ ഈ പിടിയിലായ ആളുകൾ. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് തീർത്തും അവാസ്തവമായൊരു വാർത്തയാണ്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ 2025, 26 ഈ 2 വർഷങ്ങളിലെ MDMA ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസുകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ പാളയത്ത്, സ്റ്റേഡിയം ഈസ്റ്റിൽ, റാന്നിയിൽ, കോന്നിയിൽ, നൂറനാട്ട്, കളമശ്ശേരിയിൽ, കൊച്ചിയിലൊക്കെ പിടിയിലായത് CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, SFIയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ നിരവധിയായ പാർട്ടിയുടെ സജീവ നേതാക്കൾ തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ റാന്നിയിലൊക്കെ DYFIയുടെ ബ്ലോക്ക് പ്രതിനിധി സമ്മേളനത്തിൻ്റെ അന്ന് രാവിലെയാണ് DYFI നേതാവിൻ്റെ കയ്യിൽ നിന്ന് 2 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചത്. ഏറ്റവും അവസാനം ഇപ്പോൾ പേരാമ്പ്രയിൽ അധ്യാപികമാർ അറസ്റ്റിലായി. അവരുടെ രാഷ്ട്രീയം എന്താ നിങ്ങൾ ചെയ്യാത്തത്? അവർ CPM അനുകൂല സംഘടനയായ KRTAയുടെ പ്രവർത്തകരാണ് അവർ. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് CPMൻ്റെ മുൻകാല നേതാക്കൾ ഇതിലൊക്കെ പിടിയിലായ കാര്യങ്ങൾ. പിന്നെ മുഖ്യമന്ത്രി ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ പല ആളുകളും നമ്മളോടൊരു സെൽഫി എടുക്കണം, ഒരു പടം എടുക്കണം, വീട്ടിൽ കയറി വന്നൊരു നിവേദനം തരും. അപ്പോൾ അവരുടെ നേരെ എങ്ങനെ മുഖം തിരിക്കാൻ പറ്റും? അങ്ങനെ മുഖം തിരിച്ച് നടന്നു നീങ്ങിയാൽ ആ നേതാവ് ധിക്കാരിയും ധാർഷ്ട്യക്കാരനും അഹന്തയുള്ളയാളും തൻ പ്രമാണിത്വം കാട്ടുന്നയാളും അസഹിഷ്ണുവൊക്കെ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ ചിത്രീകരിക്കുക. അതെല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ബാധകമാണ്. അപ്പോൾ ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ എത്രയോ ക്രിമിനലുകൾ അദ്ദേഹത്തിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്തതിൻ്റെ നിരവധിയായ വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങളാരും പിണറായി വിജയൻ ആ ക്രിമിനലുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അതൊരു രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരാകുമ്പോൾ പല തരത്തിലുള്ള ആളുകൾ വരും, ഫോട്ടോ എടുക്കും. അതാരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് മുൻകൂർ സ്കാനിങ് നടത്താനുള്ള ഒരു ഉപാധിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു വാർത്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കേവലം ഒരു രാഷ്ട്രീയം മാത്രമാണ്. അതിലൊക്കെ എന്താ അർത്ഥമുള്ളൂ? ഇതൊക്കെ കാണുന്ന ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തുമെന്ന ഒരു ബോധ്യമെങ്കിലും ഇതൊക്കെ പറയുന്ന ആളുകൾക്ക് വേണം. പിന്നെ ഈ പറയുന്ന ആളുകൾ മലർന്നു കിടന്ന് തുപ്പുകയാണ്. ഞാനീ പറഞ്ഞ 2025, 26 കേസ് മാത്രമാണ് ഞാനീ നേരത്തെ എണ്ണി പറഞ്ഞത്. ഏറ്റവും അവസാനം പേരാമ്പ്രയിലും CPMൻ്റെ അനുകൂല സംഘടനയിലെ 3 അധ്യാപികമാരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരെത്രയോ നേതാക്കൾക്കൊപ്പം നിന്നെടുത്ത ഫോട്ടോകൾ അവരുടെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുണ്ട്. നമ്മളതൊക്കെ എടുത്ത് വാർത്തയാക്കിയോ? അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഒരു വാർത്ത. VD സതീശൻ എന്ന പേജിന്റെ ഉടമ കൂടിയാണ് ഇയാളെന്ന് പറയപ്പെടുന്നു. അടുത്ത ബന്ധമുള്ള ആളാണെന്നാണ് കൂടെയുള്ളവരുൾപ്പെടെ പറയുന്നത്. ഇയാളെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസ്താവന. അല്ല, ഇത് കോൺഗ്രസുമായിട്ടോ യൂത്ത് കോൺഗ്രസുമായിട്ടോ ഒക്കെ വിദൂര ബന്ധമെങ്കിലും ഇത്തരക്കാർക്കുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിച്ച് പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഉന്നത നേതാക്കളൊന്നും അല്ലല്ലോ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നത്, ആലപ്പുഴയിലൊരു കൗൺസിലറും അതുപോലെ തന്നെ അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ആളുടെ ലോറിയിലാണ് 1 കോടിയുടെ നിരോധിത വസ്തുക്കൾ, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവ കടത്തിയിട്ട് പിടിയിലായി. അദ്ദേഹത്തെ ഇന്ന് പാർട്ടിയിൽ അവർ തിരിച്ചെടുത്തു. അപ്പോൾ ആദ്യം ഈ CPM ഈ വിഷയത്തിലൊക്കെ ഒരു ധാർമ്മികത പുലർത്തിയിട്ട് വേണം മറ്റുള്ളവരെയൊക്കെ വിമർശിക്കാൻ. ഇതിനകത്ത് വിമർശനത്തിനുള്ളൊരു പഴുതുപോലും ഇല്ല. കാരണം മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ MLA മാരുമായിട്ടോ അല്ലെങ്കിൽ എന്തിന് താഴെ തട്ടുള്ളൊരു പൊതുപ്രവർത്തകരൊക്കെ ആയിട്ടും പലതരത്തിലുള്ള ആളുകളൊന്നും ഫോട്ടോ എടുക്കും. അങ്ങനെ ഫോട്ടോ എടുത്തതുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉന്നയിക്കുക എന്നത് ആണ് ഒരു രീതിയെങ്കിൽ ഈ കളരിയിൽ അമ്പ് കൊള്ളാത്തവരായിട്ട് ആരുണ്ടാവും? ഈ വിഷയത്തിലൊക്കെ നൽകിയ വാർത്തകൾ ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റേ ഉൾപ്പെടെ പറഞ്ഞത് കൃത്യമായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. ഈ മെറ്റയ്ക്ക് മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ ആഫീസോ ഏതെങ്കിലും ഒരു പരാതി കൊടുത്തതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വന്ന വാർത്തകൾ, ബിഷപ്പിൻ്റെയൊക്കെ അനുകൂല പ്രസ്താവനകളും നിങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ കാർഡടിച്ച് പ്രചരിപ്പിച്ച സാധനങ്ങളടക്കം മെറ്റ നീക്കം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അനുകൂലമായതും നീക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതും ആരെങ്കിലും പരാതി കൊടുത്തിട്ടാണ് എന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രസിദ്ധീകരിച്ചിട്ടുള്ള മുഴുവൻ കാർഡുകൾ ഉൾപ്പെടെ നീക്കം ചെയ്യുന്ന സാഹചര്യം. അല്ല, അത് മുഖ്യമന്ത്രി പരാതി നൽകിയിട്ടോ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടോ ഒന്നുമല്ല പിന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളിത് സംഭവങ്ങളൊക്കെ അങ്ങ് പൂരിപ്പിച്ച് സ്വയം കൂട്ടി വായിക്കുന്നതിന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ ഒക്കെ എങ്ങനെ ഉത്തരവാദിയാവും? മുഖ്യമന്ത്രി എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം രേഖാമൂലം ആരോടും പറഞ്ഞിട്ടില്ല. അല്ലാതെയും പുള്ളി ഇത് നീക്കം ചെയ്യണമെന്ന് ആരോടും മെറ്റ ഉൾപ്പെടെ ആരോടും ഇത് ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് വസ്തുത. നിങ്ങളതൊക്കെ അല്ല, അതാ
ഞാനും ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അനുകൂലമായ വാർത്ത, മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് മുമ്പൊരു അഭിമന്യ പിതാവ് ഒരു പ്രസ്താവന ഇറക്കി, അതും മെറ്റ നീക്കം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? അതൊക്കെ മെറ്റയുടെ വിവേചനാധികാരം എന്ന് കരുതുക എന്നല്ലാതെ നമുക്ക് അതിനകത്തൊക്കെ എന്ത് രാഷ്ട്രീയമാണ് അതിനകത്തുള്ളത്?